ഹായ് ഫ്രണ്ട്സ്, ആക്ഷൻ മാനിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മട്ടൺ ബിരിയാണി. അപ്പോൾ നമുക്ക് വീട്ടിൽ ഒരു മട്ടൺ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുമെന്ന് കണ്ടു നോക്കാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ വൈഫ് നിത്യ അനിയത്തിമാരോടാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള മട്ടൺ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അത് നമ്മളൊരു കുക്കറിലിട്ടാണ് വേവിക്കണത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്തിരി കറിവേപ്പില. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനായിട്ട് ഇടണ്ടേ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. നമുക്കത് വേവിക്കാൻ വയ്ക്കാം. ചെറിയ തീയിലിട്ടിട്ടാണ് നമ്മൾ ഈ മട്ടൻ വേവിച്ചെടുക്കണത്. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ അരിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 സവോള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 2 തുടം വെളുത്തുള്ളി, ഇത് കുറച്ച് കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ടാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല തിന്നായിട്ട് ഈ സവോളയൊക്കെ നല്ല തിന്നായിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് അതൊന്നിങ്ങനെ വേറെടുത്ത് ഇടണം. നമുക്കിനി ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പൊന്ന് കത്തിക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് ഇങ്ങനെ മാറ്റി തണുത്ത് വരുമ്പോഴേക്കും അതൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ സവോളയെല്ലാം വറുത്ത് കഴിഞ്ഞു. ഈ സമയം കൊണ്ട് മട്ടനും വെന്തിട്ടുണ്ടായിരുന്നു. അതിൽ ആവിയെല്ലാം പോയതിന് ശേഷം നമ്മൾ അതെടുത്തു. ഈ 2 വിസിലായപ്പോഴേക്കും നമുക്ക് മട്ടൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1.25 കിലോ മട്ടനാണ്. മട്ടൻ എടുക്കുമ്പോൾ എല്ലുള്ള പീസായിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ആ മട്ടൻ വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ആ സ്റ്റോക്ക് നമ്മൾ പിന്നെ ഉപയോഗിക്കും. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കും. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു തക്കാളി എടുക്കണത്. ആ തക്കാളി നന്നായി കുനുകുന അരിഞ്ഞിട്ട് ഈ നമ്മൾ നേരത്തെ ഉള്ളി വറുത്തില്ലേ അതേ എണ്ണയിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഇട്ട് തക്കാളി നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വഴന്ന് വരട്ടെ. തക്കാളി നല്ലപോലെ വന്ന് ഉടഞ്ഞ് വരുവായി. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഈ നേരത്തെ വറുത്ത് വെച്ചിരിക്കണ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് തക്കാളിയും ഉള്ളിയും കൂടി ശരിക്കും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതും നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, തൈര് നമ്മൾ പുളിയുള്ള തൈര് ആയതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ. അതൊക്കെ നമ്മുടെ പുളിക്കനുസരിച്ചൊക്കെ നമ്മളെടുത്ത് അത് നല്ലപോലെ മിക്സാക്കി അതിനകത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുത്തു. അതും ഈ മസാലയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ട് ഒത്തിരി ഒരു മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരൊഴിക്കും. ആ നീരൊഴിക്കുമ്പോൾ അതിൽ കുരുപെടാണ്ട് നോക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചോറ് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിന് 4 പാത്രം അരി എടുത്തിരിക്കണത്. അതൊരു 1 കിലോ അരി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഏത് പാത്രത്തിനാണോ അരി എടുക്കണത് ആ പാത്രത്തിന് ഇരട്ടി വെള്ളം കേട്ടോ നമ്മൾ എടുക്കണത്. ഇനി നമുക്ക് അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമ്മളൊരു ചരുവം അടുപ്പത്ത് വെച്ചു. അത് ചൂടായിട്ട് അതിലേക്ക് ഡാൽഡ ഒഴിച്ചു. ഡാൽഡ ഒന്ന് ഉരുകി വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു. പിന്നെ നമ്മൾ ഗ്രാമ്പൂ, ജാതിപത്രി, പട്ട, ഏലക്ക ഇങ്ങനെ എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ നേരത്തെ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം അത് ഒഴിച്ചു കൊടുത്തു. ഇത് പച്ചവെള്ളമാണ്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ച വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി നമ്മൾ ആ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കണ അരി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അരിയിട്ടതൊന്ന് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തു. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. അരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നാരങ്ങ നീര്
ഇത്തിരി മല്ലിയിലയും പുതിനയിലയും ഇട്ടു. നമ്മൾ നേരത്തെ വെള്ളം എടുത്തപ്പോൾ ശകലം വെള്ളം കുറച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ മട്ടൻ്റെ സ്റ്റോക്ക് അതിലേക്ക് ഒഴിക്കണമായിരുന്നു. എന്നിട്ടതൊന്ന് അടച്ചു വെച്ചു. വെള്ളം ഏകദേശം ഒന്ന് വറ്റി വന്നപ്പോൾ നമ്മൾ ഒന്നുകൂടെ എടുത്ത് ഇളക്കി. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി, ഒരു 80% ഇത് വെന്തിട്ടുണ്ടായിരുന്നു ഈ അരി. അപ്പോൾ നമ്മൾ ഈ ചോറൊന്ന് മാറ്റുകയാണ്. ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറക്കാൻ വേണ്ടിയിട്ട് ഡാൽഡയും നെയ്യും കൂടെ ഒന്ന് ഉരുക്കിയെടുത്തു. അതിൽ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇതെല്ലാം വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ദം ചെയ്യാൻ പോവുക. അത് വേണ്ടിയിട്ട് നമ്മൾ ആ നേരത്തെ ചോറ് വെച്ചില്ലേ, അതേ പാത്രത്തിലാണ് നമ്മൾ ദം ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഈ മസാല, മട്ടൻ്റെ മസാല നമ്മൾ താഴത്തെ ലെയറായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചോറ് ഇട്ട് കൊടുത്തു. ചോറിൻ്റെ മുകളിലായിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് ആ മട്ടൻ്റെ സ്റ്റോക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ചോറിന്. അതിനുശേഷം സെക്കൻഡ് ലെയറായിട്ട് വീണ്ടും നമ്മൾ ചോറിട്ട് കൊടുത്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഗരം മസാല, മറ്റേ മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, ഉള്ളി ഇതെല്ലാം കൂടെ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് ആ മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കും. ഇപ്പം നമ്മൾ ഒഴിക്കണതായി അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുത്ത ആ ഓയിലാണ് ഡാൽഡയും നെയ്യും കൂടെ മിക്സ് ആക്കിയത്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ദം ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് വയ്ക്കും. വെയിറ്റായിട്ട് നമ്മൾ ഈ ഇടികല്ലാണ് വെക്കണത്. എന്നിട്ട് അടുപ്പത്തുനിന്ന് കനലെടുത്ത് അടപ്പിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും. ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ആ പാത്രം എടുത്ത് മാറ്റണം. സൂക്ഷിക്കണം, കനൽ അതിലേക്ക് വീഴാണ്ട നോക്കണം. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഈ ബിരിയാണി. മസാലയൊക്കെ അടിപൊളിയായിരുന്നു. നമുക്കിതെല്ലാം കൂടെ വേറൊരു പാത്രത്തിലേക്ക് ഇടാം. നമ്മൾ ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടം, തൈര്, മാങ്ങ അച്ചാറും കൂടെ ഉണ്ടായിരുന്നേ. നാരങ്ങ അച്ചാറാകുമ്പോൾ ഇത്രയും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇതിന് ഞങ്ങൾ ടേസ്റ്റ് നോക്കും. എന്തൊരു ടേസ്റ്റ് ആയിരുന്നെന്ന് അറിയാം. ഇതിൻ്റെ ടേസ്റ്റ് കാരണം നമ്മൾ വേറെ പാത്രത്തിൽ വിളമ്പാതെ എല്ലാവരും കൂടെ ഇങ്ങനെ തന്നെയാണ് അന്ന് കഴിച്ചത്. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം. എപ്പോഴെങ്കിലും മട്ടൻ വാങ്ങുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളിയായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.